ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ പറയുന്നത് നമ്മുടെ രാജ്യം, അതായത് ഭാരതം, ലോകത്തിലെ 4ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറിയിട്ടാണ് 2025 കടന്നു പോകുന്നത്. അതും ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ ജപ്പാനെ മറികടന്നുകൊണ്ടാണ് ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യയുടെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനം എന്ന് പറയുന്നത് 4.187 ട്രില്യൺ ഡോളറാണ്. ഓർക്കുക, 4.187 ട്രില്യൺ ഡോളർ ആണ് ഇന്ത്യയുടെ, ട്രില്യൺ ഡോളറാണോ ആണ് മൊത്തം ഇന്ത്യയുടെ GDP എന്ന് പറയുന്നത്. അത് രൂപയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 376 ലക്ഷം കോടി രൂപയായി മാറും. ലക്ഷം കോടിയാണ്, വെറും കോടിയല്ല, ലക്ഷം കോടി. 376 ലക്ഷം കോടി രൂപയാണ് ഇന്ത്യയുടെ മൊത്തം GDP എന്ന് പറയുന്നത്. അതവസരത്തിൽ ജപ്പാൻ്റേത് 4.186 ട്രില്യൺ ഡോളർ, ഏകദേശം 0.001 എന്ന ഇതിലാണ് ജപ്പാനെ മറികടന്നുകൊണ്ട് ഇന്ത്യ ലോകത്തിലെ 4ാമത്തെ ശക്തിയായി, സാമ്പത്തിക ശക്തിയായി മാറിയിട്ടുള്ളത്. ലോകത്തിലെ 3ാമത്തെ സാമ്പത്തിക ശക്തിയായ ജർമ്മനിയുടേത് 5.01 ട്രില്യൺ ഡോളറാണ്. അതേ അവസരത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ അമേരിക്ക, US, അതിൻ്റെ GDP എന്ന് പറയുന്നത് 31 ട്രില്യൺ ഡോളറാണ്. അതേപോലെ ലോകത്തിലെ 2ാമത്തെ സാമ്പത്തിക ശക്തിയായ ചൈനയുടെ GDP എന്ന് പറയുന്നത് 19.4 ട്രില്യൺ ഡോളറാണ് ചൈനയുടെ GDP എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യയുടെ സാമ്പത്തികമായിട്ടുള്ള ഈ മുന്നേറ്റം ലോകത്തിലെ സാമ്പത്തികമായ ഒരു ശക്തിയായി മാറി എന്ന് പറയുമ്പോൾ, അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ ഈ നേട്ടം അഭിമാനത്തിന് അർഹമായ ഒരു കാര്യമാണോ എന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇന്ത്യയുടെ വ്യക്തിഗത വരുമാനം, ഓരോ വ്യക്തികൾക്ക് കിട്ടുന്ന വരുമാനം കണക്കാക്കുകയാണെങ്കിൽ 2,934 ഡോളറാണ് ഒരു വർഷം ഒരു ഇന്ത്യക്കാരന് കിട്ടുന്നത്. എത്രയാണെന്ന് ഓർക്കുക, 2,934 ഡോളർ. അതേ അവസരത്തിൽ ഒരു ജപ്പാൻകാരൻ്റെ വ്യക്തിഗത വരുമാനം എന്ന് പറയുന്നത് 33,955 ഡോളറാണ്. അപ്പോൾ ഡിഫറൻസ് മനസ്സിലാക്കുക. 2,934 33,955 ഉള്ള വ്യത്യാസം. അതായത് ഇന്ത്യയേക്കാൾ 12 ഇരട്ടി കൂടുതലാണ് ജപ്പാൻ്റെ ഓരോ വ്യക്തി കിട്ടുന്ന വരുമാനം. അപ്പോൾ ഒരു ഇന്ത്യക്കാരൻ കഷ്ടിച്ച് ദാരിദ്ര്യം കഷ്ടപ്പാടുമായിട്ട് ജീവിത ചെലവ് കണ്ടെത്താൻ വിഷമിക്കുന്നൊരു ഘട്ടത്തിലൂടെ ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ ഒരു ജപ്പാൻകാരൻ്റെ കുടുംബത്തിനെ ആർഭാടമായി ജീവിക്കാനുള്ള വരുമാനം അവർക്ക് കിട്ടുന്നുണ്ട്. അതാണ് ഒരു ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ വാങ്ങൽ ശേഷി, നമുക്ക് ഒരു കുടുംബത്തിന് വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി വാങ്ങാനുള്ള ശേഷി ജപ്പാനിൽ 122% ഇന്ത്യയിൽ 83.5% ഉള്ളൂ. അങ്ങനെ അതൊരു ഡിഫറൻസ് ഉണ്ട്. അതുപോലെ തന്നെ തൊഴിലില്ലായ്മയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ 4.6%
ഇന്ത്യയുടെ തൊഴിലില്ലായ്മ. അതേ അവസരത്തിൽ ജപ്പാൻ്റേത് 2.6% മാത്രമേ ഉള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ ഇത് അഭിമാനത്തിന് വക നൽകുന്ന ഒരു കാര്യമാണോ? അതുപോലെ തന്നെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ജപ്പാനിൽ ഉള്ളവർക്ക് 80 ഇന്ത്യയിൽ 6.5% മാത്രം 65.5% ഇന്ത്യയുടെ ആരോഗ്യത്തിൻ്റെ നിലവാരം എന്ന് പറയുന്നത്. പൊല്യൂഷൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ജപ്പാനിൽ 32.4% ഇന്ത്യയിൽ 72.9% പൊല്യൂഷൻ കണക്കാക്കിയിരിക്കുന്നത്. അങ്ങനെ പല ഘട്ടങ്ങളിലൂടെയാണ് ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് ഇത് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇന്ത്യയുടെ 50% വരുന്ന താഴേത്തട്ടിലുള്ള ജനങ്ങളുടെ വരുമാനം, എൻ്റെ സമ്പത്ത് എന്ന് പറയുന്നത് ഇന്ത്യയുടെ മൊത്തം സമ്പത്തിൻ്റെ 3% മാത്രമാണ് ഈ 50% കയ്യിലുള്ളൂ. അതായത് ഇന്ത്യയിലെ പകുതി ജനങ്ങളും താഴ്ന്ന നിലവാരത്തിൽ ജീവിക്കുന്ന 50% ജനങ്ങളുടെ സമ്പത്ത്, നമ്മുടെ മൊത്തം സമ്പത്തിൻ്റെ 3% മാത്രമാണ് അവരുടെ കൈവശമുള്ളൂ. അതേ അവസരത്തിൽ സമ്പന്നരായ 1%, ഓർക്കുക, സമ്പന്നരായ 1% കൈവശം ഇന്ത്യയുടെ സമ്പത്തിൻ്റെ 40% കൈവശപ്പെടുത്തിയിരിക്കുന്നു. 50% താഴേക്കടയിലുള്ള 50% ജനങ്ങളുടെ കയ്യിൽ 3% സമ്പത്ത് ഉള്ളപ്പോൾ 1% മാത്രമുള്ള സമ്പന്നരുടെ കയ്യിൽ ഇന്ത്യയുടെ സമ്പത്തിൻ്റെ 40% കൈവശപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ 2014 70 ശതകോടീശ്വരന്മാരുണ്ടായിരുന്ന ഇന്ത്യയിൽ 10 വർഷത്തിനുള്ളിൽ 234 ശതകോടീശ്വരന്മാർ ഉത്ഭവിച്ചു എന്നുള്ളത് ഏകദേശം 3 ഇരട്ടി വർധനമാണ്. അതുപോലെ 194 ലോകരാജ്യങ്ങളുടെ കണക്ക് പരിശോധിക്കുമ്പോൾ, മാനവ വികസനത്തിൻ്റെ കണക്ക് പരിശോധിക്കുമ്പോൾ ഇന്ത്യക്ക് 122 സ്ഥാനം മാത്രമാണുള്ളത്. അതായത് 193 രാജ്യങ്ങളുടെ മാനവ വികസനത്തിൻ്റെ കണക്കുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്ക് 123 സ്ഥാനമാണ് ഉള്ളത്. അതുപോലെ തന്നെ വിശപ്പിൻ്റെ കാര്യമെടുക്കുക, വിശപ്പ് സൂചികയാണെങ്കിൽ 122 രാജ്യങ്ങളുടെ കണക്കെടുക്കുമ്പോൾ ഇന്ത്യക്ക് 102 സ്ഥാനം മാത്രമാണുള്ളത്. അങ്ങനെ സാമ്പത്തികമായ കണക്ക് പ്രകാരം ഇന്ത്യ ലോകത്തിലെ 4ാമത്തെ സാമ്പത്തിക ശക്തിയായി വളർന്നെങ്കിലും ഇന്ത്യയിലെ താഴേക്കിടയിലുള്ള ജനങ്ങളുടെ സമ്പത്തിൻ്റെ വിതരണം വളരെ അന്തരം കൈവന്നിരിക്കുന്നു. അതുപോലെ ഏഷ്യയിലെ ഏറ്റവും വലിയ ധനികനായ മുകേഷ് അംബാനി 10 വർഷം മുൻപ് അദ്ദേഹത്തിൻ്റെ സമ്പത്ത് എന്ന് പറയുന്നത് $18 ബില്യൺ ആയിരുന്നെങ്കിൽ 10 വർഷത്തിന് ശേഷം അത് $119 ബില്യൺ വർദ്ധിച്ചു. അങ്ങനെ പല അന്തരങ്ങൾ ഇവിടെ നിലനിൽക്കുന്നു. പാവപ്പെട്ടവനും ധനികനുമുള്ള അന്തരങ്ങൾ വളരെയധികം വ്യത്യാസത്തോടെ നിലനിൽക്കുമ്പോൾ ഇത് അഭിമാനിക്കാവുന്ന ഒരു നേട്ടമാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതൊക്കെ എങ്ങനെ വേണമെന്ന് നിങ്ങൾ വിലയിരുത്തുക. അപ്പോൾ ഇന്ത്യ ലോകത്തിലെ 4ാമത്തെ സാമ്പത്തിക ശക്തിയായി വളർന്നെങ്കിലും സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിത നിലവാരം വളരെ താഴ്ന്നതും നിലവാരം കുറഞ്ഞതും, അതുപോലെ തന്നെ ധനികരും പാവപ്പെട്ടവരും തമ്മിലുള്ള അന്തരം വളരെ അധികം വ്യത്യാസം വന്നുകൊണ്ടാണ് ഇവിടെ
നമ്മുടെ സാമ്പത്തികമായ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ വിലയിരുത്തുക. ലോകത്തിലെ 4ാമത്തെ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ വളർന്നെങ്കിലും ഇതൊരു നല്ല ഒരു കാര്യമാണോ എന്ന് നിങ്ങൾ വിലയിരുത്തുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയിൽ കാണാം.